ജനുവരി 31, 2018 ഇറാനിലെ ടെഹ്റാനിലെ ഷൊറാബാദ് ജില്ലയിലെ ഒരു രഹസ്യ വെയർഹൌസ്. ഒരു പ്രൊജക്ടിന്റെ അച്ചടിച്ച 55,000 പേജുകൾ, വീഡിയോകൾ, ഫോട്ടോകൾ, അഡീഷണൽ രേഖകൾ എന്നിവ അടങ്ങിയ 183 സിഡികൾ. എല്ലാത്തിനും കൂടി ആകെ തൂക്കം 1/2 ടണ്ണോളം, അതായത് 500 കിലോഗ്രാം ഭാരം. ഇസ്രായേലിന്റെ ചാരസംഘടന മൊസാദ് കണ്ടെത്തിയ ഈ വിവരങ്ങൾ സത്യത്തിൽ പിന്നീട് ഇറാന്റെ പച്ചനുണ ലോകം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളെ സമ്മാനിച്ചു. എന്തായിരുന്നു അത്? ഇറാന്റെ രഹസ്യ ആണവ പദ്ധതിയുടെ നിർണായക വിവരങ്ങളായിരുന്നു ഇത്. ഇസ്രായേലി ഇന്റലിജൻസ് സർക്കിളുകളിൽ ഓപ്പറേഷൻ പാൻഡോറ ബോക്സ് എന്ന് വിളിക്കുന്ന ആ ഓപ്പറേഷനിലൂടെയാണ് ഇറാൻ ലോകത്തെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് ഇസ്രായേൽ ലോകത്തിന് മനസ്സിലാക്കി നൽകിയത്. മൊസാദ് രൂപീകരിക്കപ്പെട്ട 1949 മുതലുള്ള ചരിത്രത്തിൽ ഇന്നോളമുള്ള പ്രിസൈസ്ലി കാലിബ്രേറ്റഡ് ക്യാമ്പയിൻ എന്ന് വിളിക്കപ്പെട്ട ഇന്റലിജൻസ് അറ്റാക്ക്, ഇറാന്റെ നട്ടല് തകർത്ത ചോര ചീന്താത്ത ഇന്റലിജൻസ് ഓപ്പറേഷൻ ആയിരുന്നു അത്. 2018 ആയപ്പോഴേക്കും ഇറാൻ ഒന്നിലധികം വെളിപ്പെടുത്താത്ത സ്ഥലങ്ങളിൽ രഹസ്യ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതായി ഇസ്രായേലിന് വിവരം ലഭിക്കുന്നു. ആഴത്തിലുള്ള ഭൂഗർഭത്തിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അഥവാ IAEA നിരീക്ഷണത്തിനപ്പുറമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുണ്ടെന്നും അതിന്റെ ആഴവും തീവ്രതയും മനസ്സിലാക്കാൻ ഇസ്രായേലിന് കൂടുതൽ വിവരങ്ങൾ ആവശ്യമായി വന്നു. ഇറാന്റെ ആണവ പുരോഗതിയെ നയതന്ത്ര സമ്മർദ്ദം കൊണ്ട് മാത്രം തടയാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ നേരിട്ട് വിശദമായ ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്തുക എന്ന ഏറ്റവും ശ്രമകരമായ ദൗത്യത്തിന് തയ്യാറായി. ഇസ്രായേലിൽ നിന്നും 2000-ലധികം കിലോമീറ്റർ അപ്പുറത്ത് ഇറാൻ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയിൽ പോയി രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കുവാൻ മൊസാദ് തയ്യാറായി. പരിശോധനകളും ഉപരോധങ്ങളും വർദ്ധിപ്പിക്കാൻ IAEA-യും UN സുരക്ഷാ കൗൺസിലിനെയും നിർബന്ധിക്കുന്നതിന് ഇസ്രായേലിന് ഈ വിവരങ്ങൾ അടിയന്തരമായി ആവശ്യമായിരുന്നു. മാത്രമല്ല, ഇസ്രായേൽ വരുന്ന വർഷങ്ങളിൽ നേരിടാൻ പോകുന്ന ഏറ്റവും ഭീകരമായ ആണവ ഭീഷണി അവർക്ക് തടയേണ്ടിയിരുന്നു. US, യൂറോപ്യൻ, ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ തങ്ങൾക്കൊപ്പം അണിനിരത്താൻ ഈ ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തി. ഒടുവിൽ ജനുവരി 31, 2018 6 മണിക്കൂറും 29 മിനിറ്റും മാത്രം ലഭ്യമായ സമയത്തിനൊടുവിൽ ഇസ്രായേലിന്റെ ചാരന്മാർ അയതൊള്ള ഖമേനിയുടെ മൂക്കിന്റെ താഴെ നിന്നും ഇറാൻ നടപ്പിലാക്കുന്ന ആണവ പദ്ധതിയുടെ സമ്പൂർണ്ണ വിവരങ്ങൾ മൊസാദ് ചോർത്തി. പദ്ധതികളുടെ ബ്ലൂ പ്രിന്റ്, ടെക്നിക്കൽ ഡയഗ്രാം, ഫോട്ടോഗ്രാഫുകൾ, മെമ്മോകൾ, പ്ലാനുകൾ തുടങ്ങി ഇറാന്റെ ആണവായുധ പദ്ധതികളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ അടങ്ങിയ രേഖകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി മാറുന്ന സമയത്ത് കൃത്യമായ പ്ലാനിങ്ങോടെ ടെഹ്റാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രത്തിൽ കടന്നുകൂടിയ മൊസാദ് ചാരന്മാർ ഇങ്ങ് തൂക്കി. ക്യോമിനും എസ്ബഹാനും സമീപമുള്ള 2 ഭൂഗർഭ സമ്പുഷ്ടീകരണ സൗകര്യങ്ങളുടെ സൈറ്റ് മാപ്പുകൾ, സ്കീമാറ്റിക്സ്, മൾട്ടി ഷിഫ്റ്റ് സൈക്കിളുകളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പ്രവർത്തന സമയരേഖകൾ, ഉയർന്ന സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രത്യേകമായ വിശദമായ രാസപ്രക്രിയകളും സെൻട്രിഫ്യൂജ് മോഡലുകളും, രഹസ്യ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഇറാനിയൻ ഭൗതിക ശാസ്ത്രജ്ഞർ, ആണവ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഐഡന്റിറ്റികൾ, നിയന്ത്രിത സൗകര്യങ്ങളിലെ പുതിയ നിർമ്മാണത്തെ സൂചിപ്പിക്കുന്ന ഇസ്രായേലിലും സഖ്യകക്ഷി രഹസ്യാന്വേഷണ ഉപകരണങ്ങളും പകർത്തിയ സാറ്റലൈറ്റ് ഇമേജറി അനലിറ്റിക്സ് അടക്കമാണ് ഇസ്രായേൽ അടിച്ചെടുത്തത്. 32 സേഫുകളിലായി സൂക്ഷിച്ചിരുന്ന 500 കിലോ വരുന്ന രേഖകൾ പുഷ്പം പോലെ അവർ അതിർത്തി കടത്തി. മൊസാദ് നടത്തിയ ആ ചാരപ്രവൃത്തിയിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ 3 മാസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിനു മുന്നിൽ തുറന്നു കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഇറാൻ ലോകത്തെ വഞ്ചിക്കുകയാണ് എന്ന്. തങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ നെതന്യാഹു എന്നതിന്റെ പ്രാഥമിക വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ജനുവരി മാസം പത്രമാധ്യമങ്ങൾക്ക് വളരെ ചെറിയ തോതിൽ നൽകുന്നുണ്ട്. തുടർന്ന് US-മായി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഫെബ്രുവരിയിൽ പരിശോധിച്ച രേഖകൾ കൊടുക്കുന്നു. ടൈം സ്റ്റാമ്പ് ചെയ്തും ഡിജിറ്റൽ ഒപ്പിട്ടതും ആധികാരികമാക്കിയതുമായ വിവരങ്ങൾ വിയന്നയിലെ IAEA ആസ്ഥാനത്തിൽ നൽകുന്നു. US, UK, ഫ്രാൻസ്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ ദേശീയ സുരക്ഷാ സംഘടനകൾക്ക് സാങ്കേതിക രേഖകൾ, എഞ്ചിനീയർ ക്രെഡൻഷ്യലുകളും ലഭ്യമാക്കി. ഈ ഘട്ടം ഘട്ടമായുള്ള പ്രചരണം ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റി. ഇതിനാൽ തന്നെ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഇറാന് സാധിച്ചില്ല. പുതിയതായി തുറന്നു കാണപ്പെട്ട സ്ഥലങ്ങളിലേക്ക് IAEA പ്രത്യേക പരിശോധനാ സംഘങ്ങളെ അയച്ചു. പക്ഷേ ഇറാൻ ഇതിനൊന്നും സഹകരിച്ചില്ല. രേഖകളൊക്കെ കെട്ടിച്ചമച്ചതാണെന്ന് ഇറാൻ നിഷേധ പ്രചരണം ആരംഭിച്ചു. പക്ഷേ ഇറാന്റെ നുണപ്രചരണം പച്ച പിടിച്ചില്ല. കാരണം അത്രയധികം പ്രധാനപ്പെട്ട രേഖകളാണ് ഇസ്രായേൽ തുറന്നുവിട്ടത്. ജാഗ്രത പാലിച്ചിരുന്ന US-ഉം യൂറോപ്യൻ സഖ്യകക്ഷികളും രഹസ്യാന്വേഷണ ഇസ്രായേൽ വെളിപ്പെടുത്തലുകളെ പരസ്യമായി പിന്തുണച്ചു. ആത്യന്തികമായി ഓപ്പറേഷൻ പാൻഡോറ ബോക്സ് ദീർഘകാലമായി നിലനിൽക്കുന്ന ഇസ്രായേൽ ഇറാൻ വൈരാഗ്യത്തിന് ഒരു പുതിയ ഘട്ടത്തിനു കൂടി വേദിയൊരുക്കുന്നതിന് കാരണമായി. രേഖകൾ ചോർന്നത് ഇന്നേ വരെ ഇറാൻ സമ്മതിച്ചിട്ടുമില്ല, ഇനി സമ്മതിക്കുകയുമില്ല. മാത്രമല്ല, ഇസ്രായേലിന്റെ പക്കലുള്ളത് വ്യാജമായി തയ്യാറാക്കിയതാണെന്നും ഇറാൻ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നു.
ചോർത്തിയെടുത്ത വിവരങ്ങൾ മൊസാദ് വിലയിരുത്തിയതിന് പിന്നാലെ ഇറാൻ ആണവ പദ്ധതികളിൽ പ്രവർത്തിച്ചിരുന്ന മുതിർന്ന ശാസ്ത്രജ്ഞരെ ഒന്നിനു പിറകെ ഒന്നായി വകവരുത്തുന്നത് പിന്നീട് നടന്ന ചരിത്രം. ഏറ്റവും ഒടുക്കം ചർച്ചകൾക്കൊന്നും തയ്യാറാകാതെ ഇറാനെ ഗതികെട്ട് 2025 ജൂൺ 13 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ഖൊമേനി ഞങ്ങളുടെ കൈയകലത്തിലാണെന്നും ഇസ്രായേൽ വേണ്ട എന്ന് വച്ചതിനാൽ മാത്രമാണ് കൊല്ലപ്പെടാത്തതെന്നും മനസ്സിലാക്കാൻ ഓപ്പറേഷൻ പാൻഡോറ ബോക്സ് എന്ന ഉദാഹരണം മാത്രം നോക്കിയാൽ മതിയാകും. ആരാണ് മൊസാദ് എന്ന്, എന്താണ് മൊസാദിന്റെ പവർ എന്ന്.